ദിലീപ്, ഈ പുഴയിൽ തോട്ടിൽ ഈ ചെറിയ നീരൊഴുക്ക് മാത്രമാണ്. ഈ നീർച്ചാലിൽ കുറുകെ ഒരു വൈദ്യുതി കമ്പി വലിച്ചിരിക്കുന്നു. ഇനി പുഴയിലെ മീൻ പിടിക്കാനോ മറ്റോ ഇത്തരത്തിൽ അവിടെ കെണികൾ ഒരുക്കുന്നതാണോ എന്ന സംശയമുണ്ടോ? സ്വാഭാവികമായിട്ടും ഇനി ഇതിലെ അന്വേഷണം ആ പ്രദേശത്തെ ചുറ്റിപ്പറ്റി തന്നെ ആയിരിക്കുമല്ലോ ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. നിലമ്പൂരിനടുത്ത് വെള്ളക്കെട്ടയിലാണ് 15 വയസ്സുകാരനായ അനന്തു എന്ന വിദ്യാർത്ഥി, 10ാം ക്ലാസ് വിദ്യാർത്ഥി, വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. ആ വിഷയത്തിൽ വലിയ പ്രതിഷേധം നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നമ്മൾ അല്പസമയം മുമ്പ് കണ്ടാണ്. UDF നേതാക്കളുടെ നേതൃത്വത്തിൽ, കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടന്നു. ഈ അനധികൃതമായ വൈദ്യുതി കെണി വെക്കാൻ തന്നെ കാരണം അവിടുത്തെ പരിഹാരമില്ലാത്ത വന്യജീവി സംഘർഷങ്ങളാണ്, അല്ലെങ്കിൽ വന്യജീവികളുടെ നിരന്തരമായ ആക്രമണമെന്നാണ് UDF ആരോപിക്കുന്നത്. ദിലീപ് കുമാർ തുടരുന്നുണ്ട്. ദിലീപ്, ഈ സംഭവം സാഹചര്യമൊക്കെ ഇതൊരു വൈദ്യുതി കെണി എന്ന് പറയുമ്പോഴും ആ പ്രദേശത്തെ ആളുകളും പറയുന്നുണ്ട് അവിടെ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്, ആന സ്ഥിരമായി ഇറങ്ങാറുള്ള പ്രദേശമാണ് എന്ന് ആ പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ UDF ഉയർത്തുന്ന ആരോപണവും ആക്ഷേപവും രാഷ്ട്രീയ വിഷയമായി ഉയർത്തുന്നതും ഈ വന്യജീവി സംഘർഷം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണല്ലോ. ഗോകുൽ, നിലമ്പൂരിൽ വന്യജീവി സംഘർഷം വളരെ കൂടുതലായിരുന്നു. പ്രത്യേകിച്ച് വന്യമൃഗങ്ങളുടെ ആക്രമണം ഈ അടുത്ത കാലത്ത് സാധാരണ സംഭവം എന്ന നിലയിലാണ് ഇതിനെ അധികൃതരൊക്കെ കണ്ടിരുന്നത്. എന്നാൽ ജനരോഷം വളരെ ശക്തമായിരുന്നു. അവരുടെ ജീവൻ സംരക്ഷിക്കുന്നതിനും അവരുടെ കാർഷിക വിളകൾ സംരക്ഷിക്കുന്നതിനുമുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്ന ആക്ഷേപം വളരെ ശക്തമായിരുന്നു. അടുത്ത കാലത്താണ്, അതായത് ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ചില നടപടികൾ, അതായത് വലിയ ശല്യം ചെയ്യുന്ന മൃഗങ്ങളെ അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി, കൊല്ലുന്നതിന് വേണ്ടിയൊക്കെയുള്ള ചില നടപടികൾക്ക് കേന്ദ്ര അനുമതിക്ക് വേണ്ടിയുള്ള കത്തെഴുത്തൊക്കെ ആരംഭിച്ചത്. അത്തരം പിന്നീട് അതിന്റെ തുടർ നടപടികൾ സംബന്ധിച്ചൊന്നും ഇപ്പോഴും വ്യക്തതയില്ല. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ അതൊക്കെ സർക്കാർ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞത് തന്നെ ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ്. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയം കൂടിയാണ്. സ്വാഭാവികമായും പ്രതിപക്ഷം ഇതിനെ ഉപതെരഞ്ഞെടുപ്പുമായൊക്കെ കൂട്ടിക്കെട്ടി എന്നതും അങ്ങനെ കണ്ടു എന്നതും യഥാർത്ഥത്തിൽ അതൊക്കെ ഒരു വസ്തുതയാണ്. പക്ഷേ അടിസ്ഥാനപരമായി മനുഷ്യർക്ക്, ഈ മേഖലയിലെ കൃഷിക്കാർക്കൊക്കെ വന്യജീവികളിൽ നിന്ന് നേരിടുന്ന വലിയ ശല്യം, അതോടൊപ്പം തന്നെ അവരുടെ വന്യമൃഗങ്ങളുടെ ആക്രമണം ഇവർ നേരിടേണ്ടി വരിക, അങ്ങനെയുള്ളത് അതൊരു പതിവായി ഈ മേഖലയിൽ, നിലമ്പൂർ വനമേഖലയിലും സംസ്ഥാനത്തെ പല വനമേഖലയിലും ഉള്ളതുപോലെ തന്നെ ഈ വനമേഖലയിലും അത് അടുത്ത കാലത്തായി കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ ദാരുണ സംഭവം, ഇത് ഏതെങ്കിലും തരത്തിൽ ഇതിന് പിന്നിൽ എന്താണ് എന്നതാണ് ഇനി അന്വേഷണത്തിൽ അറിയേണ്ടത്. സ്വാഭാവികമായും ഒരുപക്ഷെ ഈ പന്നിക്കണിയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് എങ്കിൽ, വന്യമൃഗങ്ങളെ കൊടുക്കാനുള്ള കെണിയാണ് സ്ഥാപിച്ചിട്ടുള്ളതെങ്കിൽ അത് ആ നിലയിൽ അത് പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്നതൊക്കെ ഇനി അറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഏതായാലും നമുക്ക് ഉറപ്പിച്ചു പറയാം, ഇത് ഒരു ഫെൻസിങ് ആയിരുന്നില്ല. അതായത് വന്യമൃഗങ്ങളിൽ നിന്ന് കാർഷിക വിളകൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു വൈദ്യുതി വേലിയായിരുന്നില്ല, ഇതൊരു കെണിയാണ്. ഈ മൃഗങ്ങളെ കൊടുക്കുന്നതിനുള്ള കെണിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം ഇത് സ്ഥാപിച്ചവർക്ക് ഉണ്ടായിരുന്നോ എന്നതൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. 100 മീറ്റർ അകലെയുള്ള ഒരു പോസ്റ്റിൽ നിന്നാണ് വൈദ്യുതി ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അങ്ങനെ അനധികൃതമായി മോഷ്ടിച്ചെടുത്തിട്ടുള്ള വൈദ്യുതിയാണ്. അത് വെള്ളത്തിന് തൊട്ടുകുറുകയും അതോടൊപ്പം തന്നെ വെള്ളത്തിലേക്കും, ഒരു വശത്ത് വെള്ളത്തിലേക്ക് കിടക്കുന്ന നിലയിലുമാണ് ഈ വൈദ്യുതി കമ്പി ഉണ്ടായിരുന്നത്. അതിന് പിന്നിലുള്ളവർ, അത് സ്ഥാപിച്ചവർ ആരാണ്, അവരുടെ ലക്ഷ്യം എന്താണ് എന്നതൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. രാത്രി 8:30 ഈ ദാരുണ സംഭവം ഉണ്ടായിട്ടുള്ളത്. വൈകിട്ട് 7 മണിവരെ കുട്ടികൾ അവരുടെ വീടിന് സമീപമുള്ള ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമാണ് അവർ മീൻ പിടിക്കുന്നതിന് വേണ്ടി ചെറിയ തോട്ടിലേക്ക് ഇറങ്ങിയത്. അവർ ഏതാണ്ട് ഇതിന് ഒരു 200 മീറ്റർ അപ്പുറത്ത് നിന്ന് ഒരു വലയുമായി അവർ മീൻ പിടിച്ച് ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. അതിനിടെയാണ് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഒരു വൈദ്യുതി കമ്പി കിടക്കുന്നുണ്ട് എന്നറിയാതെ അനന്തു എന്ന കുട്ടി അതിന് സമീപം എത്തുകയും ഈ കമ്പിയിൽ തട്ടി അപ്പോൾ തന്നെ ഷോക്കേറ്റ് വീഴുകയും ചെയ്യുന്നു. രക്ഷിക്കുന്നതിന് വേണ്ടി 2 പേർ പെട്ടെന്ന് തന്നെ അനന്തുവിന്റെ അടുത്തെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ്. ഇത് വലിയ ദൈർഘ്യമുള്ളതൊന്നുമല്ല, ചെറിയൊരു തോടാണിത്. അനന്തുവിനെ രക്ഷിക്കാനായി അവർ എത്തുന്നു. അവരും അറിയുന്നില്ല അപ്പോൾ ഇത് വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റതാണെന്നുള്ള കാര്യം. കാരണം അവർ ഈ തോട്ടിൽ
അവർക്ക് സ്ഥിര പരിചയക്കാരാണ്, അവർക്ക് അറിയാവുന്ന തോടാണിത്. അവർ ഈ മഴ പെയ്യുമ്പോഴൊക്കെ ഇവിടെ വലയുമായി ഇറങ്ങാറുണ്ട്, മീൻ പിടിക്കാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികളാണ്. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു കെണി ഇവിടെ ഉണ്ട്, ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന കാര്യം അവർക്കറിയില്ല. നാട്ടുകാർ തന്നെ പറയുന്നത് ഇന്ന് രാവിലെ വരെ ഈ കെണി ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അങ്ങനെ അവർ ഈ മീൻ പിടിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകും വഴിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിനു പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണ് എന്നതൊക്കെ ഇനി അന്വേഷണത്തിൽ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷെ വളരെ വൈകിയാണ് അവർ എത്തിയിട്ടുള്ളത് എന്നതും ശ്രദ്ധിക്കണം. ഇത് നടപടിയൊക്കെ ഇനി അന്വേഷണവുമൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ ഇതിന് പിന്നിലുള്ളവർ, ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്നതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഒരു വളരെ അനാസ്ഥ, ഇവിടെയുള്ള കുട്ടികളൊക്കെ ഈ തോട്ടിലൂടെ മീൻ പിടിക്കാനുമൊക്കെ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു അനാസ്ഥയ്ക്ക് പിന്നിൽ ആരാണ് എന്നത് അറിയേണ്ടതുണ്ട്. ഈ തോടിന്റെ ഈ ഒരു വശത്ത് വനഭൂമിയാണ്, വനപ്രദേശമാണ്. അതിന്റെ ഈ വനപ്രദേശത്ത് കൂടിയാണ് ഈ പോസ്റ്റ്, അത് ഈ അനന്തുവൊക്കെ താമസിക്കുന്ന വീട്ടിലേക്കുള്ള അങ്ങോട്ടുള്ള വൈദ്യുതി കടന്നു പോകുന്നത് ഇതുവഴിയാണ്. ആ പോസ്റ്റിലാണ്, ഇതിന്റെ ഒരു 100 മീറ്റർ അപ്പുറത്തുള്ള പോസ്റ്റിൽ വൈദ്യുതി കമ്പിയിൽ കുരുക്കിയാണ് അവിടെ നിന്നാണ് ഈ വൈദ്യുതി ഇങ്ങോട്ടേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ നിലയിലുള്ള ഒരു അനധികൃതമായ നടപടി കൂടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ അവർക്ക് പിന്നിലുണ്ട്. ഏതായാലും ഈ മേഖലയാകെ കർഷകരും ജനങ്ങളുമൊക്കെ വന്യമൃഗങ്ങളുടെ ആക്രമണവും അവരുടെ ഭീഷണിയും ഒക്കെ കാരണം വളരെ ജനജീവിതം ദുസ്സഹമായ നിലയിലാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ദാരുണമായ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ഗോകുൽ, ദിലീപ, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ തോടിന് കുറുകെ ആ വൈദ്യുതി കമ്പി വലിച്ച ശേഷം തോടിൻ്റെ കരയിൽ അത് കുറ്റികൾ നാട്ടി താൽക്കാലികമായി വലിയ വൈദഗ്ധ്യമൊന്നുമുള്ള ആളുകളല്ല അത് ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഒരു സ്ഥിരം സംവിധാനം പോലും അല്ല അങ്ങനെ കുറ്റികൾ നാട്ടി അതിലിങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ആ തോട് മുറിച്ച് കടക്കുന്നു അല്ലെങ്കിൽ തോട്ടിൽ കൂടി കടന്നു പോകുന്നതായ എന്തോ ഒന്നിനെ, അത് ഏത് ജീവിയാണെന്നറിയില്ല, അതിൻ്റെ ഒരു ഉയരമൊക്കെ കണക്കാക്കിയാൽ ഒരു ആനയ്ക്കൊന്നും പാകത്തിനുള്ളൊരു കെണിയല്ലത്, അല്ലെങ്കിൽ ആനയെ അകറ്റാനുള്ള കെണിയല്ല. സ്വാഭാവികമായിട്ട് നാട്ടുകാർ പറയുന്ന പോലെ പന്നിക്കുള്ള കെണിയാണെന്ന് വിശ്വസിക്കാൻ കൂടി അതിൻ്റെ ആ സജ്ജീകരണം കൂടി അങ്ങനെ ഒരു ചിന്തയിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ഗോകുൽ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ലക്ഷ്യം എന്താണ് എന്നത് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഇത് ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ സാധാരണഗതിയിലുള്ള ഒരു വൈദ്യുതി വേലിയല്ല, ഇതൊരു വൈദ്യുതി കെണി എന്ന് തന്നെ പറയാം. അതിനാണ് ഈ 15 വയസ്സുകാരൻ, 10ാം ക്ലാസ്സുകാരൻ അനന്തു ജീവൻ നഷ്ടപ്പെട്ടത്. അതിന് പിന്നിൽ, അതായത് ഇത്ര അലക്ഷ്യമായ അല്ലെങ്കിൽ ഈ രംഗത്ത് വൈദഗ്ധ്യമുള്ളവരല്ല എന്നൊന്നും പറയാനും കഴിയില്ല. കാരണം വൈദ്യുതി പോസ്റ്റിൽ നിന്ന്, വൈദ്യുതി കമ്പിയിൽ നിന്ന്, പോസ്റ്റിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി ലൈനിൽ നിന്നാണ് ഈ വൈദ്യുതി എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് സാധാരണ ഈ വൈദ്യുതിയുമായി ബന്ധമില്ലാത്തവർക്ക്, വൈദ്യുതിയെ ഉപയോഗിച്ച് ആ നിലയിൽ അത്തരത്തിലൊന്നും ഉപയോഗിച്ച് ശീലമില്ലാത്തവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല വൈദ്യുതി പോസ്റ്റിൽ നിന്ന് ഡയറക്റ്റായി വൈദ്യുതി എടുക്കുക എന്നത്. അത് വൈദ്യുതി എടുത്ത് കൃത്യമായി കുറ്റി അടിച്ച് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിന്റെ ഒരു ഭാഗം ഇതേപോലെ തോട്ടിലെ ജലനിരപ്പിന് തൊട്ടുമുകളിൽ അത് കുറുകെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് കൂടാതെ വെള്ളത്തിലേക്ക് കൂടി ഒരു വശത്ത് വൈദ്യുതി കമ്പി ഇട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഗുരുതരമായൊരു കെണി, അതിന് പിന്നിൽ അത് എന്താണ് അവരുടെ ലക്ഷ്യം എന്നത് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ആരാണ് സ്ഥാപിച്ചത് എന്ന് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും അപ്പുറത്തുള്ള ഭൂമി, അത് ഈ നിലയിൽ പന്നിയുടെ ആക്രമണം ഉണ്ടാകുന്ന തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്ന ഒരു ഭൂമിയല്ല തൊട്ടപ്പുറത്തുള്ളത്. അത് അവിടെ കൂടുതലും കൃഷി ചെയ്യുന്നത് അടയ്ക്ക മരങ്ങളാണ് അവിടെ ഉള്ളത്. നല്ല ഉയരത്തിലുള്ള അടയ്ക്ക മരങ്ങളാണ്. അതുപോലെ തെങ്ങുകളുമുണ്ട്. അതാണ് അപ്പുറത്തുള്ളത്. അതുകൊണ്ട് എന്താണ് ഇവരുടെ ലക്ഷ്യം എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഗോകുൽ, ശരി. ദിലീപ് കുമാറാണ് ആ സംഭവ സ്ഥലത്തു നിന്ന് വിവരങ്ങൾ നൽകിയത്. സുഹേൽ മുഹമ്മദും ശ്രീകുമാരനും ഒപ്പം വിപിൻ സി വിജയനും ഈ സംഭവ വികാസങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു. ഏതായാലും നിലമ്പൂർ വഴിക്കടവിലാണ് 15 വയസ്സുകാരൻ വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതിലൊക്കെ ഇനി വ്യക്തത വരിക അന്വേഷണത്തിലാണ്. ആരാണ് ആ വൈദ്യുതി കെണി അവിടെ സ്ഥാപിച്ചത്, എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം, അത് മൃഗങ്ങളെ ഏതെങ്കിലും തരത്തിൽ കാട്ടുപന്നി അടക്കം പ്രതിരോധിക്കാനായിരുന്നോ എന്നത് വ്യക്തമാകേണ്ടതുണ്ട്. ഇനി ഉള്ള തുടർന്ന് വരുന്ന അന്വേഷണത്തിലായിരിക്കും ആ വൈദ്യുതി മോഷണവും അങ്ങനെ ഒരു അപകടകരമായ അലക്ഷ്യമായ ഒരു കെണിയൊരുക്കിയതിൻ്റെ പിന്നിലെ കാരണവും വ്യക്തമാവുക.